ഇനി നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആർ 5/2 and 15/8 respectively. Obtain the probability mass function of the binomial distribution. Also find its mode. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും ആണ് തന്നിരിക്കുന്നത്. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് അതിലത്തെ രണ്ട് പാരാമീറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. n ഇൻറ്റു പി ആണ് മീൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അത് 5/2 എന്നാണ് തന്നിരിക്കുന്നത്. അല്ലെ, അടുത്തതായിട്ട് നമുക്ക് വേരിയൻസ് ആണ് തന്നിരിക്കുന്നത്. വേരിയൻസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് NPQ, ദാറ്റ് ഈസ് ഈക്വൽ ടു 15/8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മളോട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അതേപോലെ മോഡും കണ്ടുപിടിക്കണം. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അതിലത്തെ രണ്ട് പാരാമീറ്റേഴ്സ് എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് n എന്താണ്, p എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നും പിയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ PMF നമുക്ക് എഴുതാം, അതിന്റെ മൂഡ് കണ്ടുപിടിക്കാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ വേണ്ടത് എന്നും പിയും കണ്ടുപിടിക്കലാണ്. അപ്പോൾ NP is equal to 5/2 എന്ന് തന്നിട്ടുണ്ട്. NPQ is equal to 15/8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് NPQ divided by NP എന്ന് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 15/8 divided by 5/2. അപ്പോൾ what is NPQ divided by NP? ഈ NP ക്യാൻസൽ ആയി പോയതാൽ നമുക്ക് Q ആണ് കിട്ടുന്നത്. Q is equal to ഇവിടെ നമുക്ക് 15/8 ഇൻറ്റു 2/5 എന്ന് എഴുതാം. ഇൻറ്റു 2/5 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പം 5ഉം 15ഉം അല്ലേ, 3 ഡിവൈഡ് ബൈ 2ഉം 8ഉം ക്യാൻസൽ ചെയ്താൽ 4. അപ്പോൾ Q is equal to 3/4 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ Qയും Pയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? P plus Q will be equal to 1. അപ്പോൾ നമുക്ക് Q എന്ന് പറയുന്നത് 3/4 തന്നിട്ടുണ്ട്. അപ്പോൾ P is equal to 1 minus Q, which is 1 minus 3/4, which is equal to 1/4. അപ്പോൾ P is equal to 1/4 എന്ന് കിട്ടും. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പാരാമീറ്റർ ആയിട്ടുള്ള P നമുക്ക് കിട്ടിയിട്ടുണ്ട്, 1/4 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യം മീൻ NP is equal to 5/2 എന്ന് നമുക്ക് അറിയാം. അതിൽ നമ്മൾ Pക്ക് 1/4 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ n ഇൻറ്റു 1/4 is equal to 5/2 എന്ന് നമുക്ക് എഴുതാം. ഓർ n is equal to 5/2 into 4. അല്ലേ, ഈ 1/4 അങ്ങോട്ട് പോയി, അപ്പോൾ ഇൻറ്റു 4 ദാറ്റ് ഇസ് ഈക്വൽ ടു n is equal to 10 എന്നാണ് വരുന്നത്. അല്ലേ, 20 ഡിവൈഡഡ് ബൈ 2 വരും, n is equal to 10. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അത് ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾ എക്സ് ഫോളോ ചെയ്യുന്നത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് പാരാമീറ്റേഴ്സ് 10, 1/4. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഹാവിംഗ് പാരാമീറ്റേഴ്സ് n, p, or if x follows b and p, what is the PMF? It's PMF f of x is equal to NCX p raised to x q raised to n minus x ഇതാണ്. and x is equal to 0, 1, 2, 3 up to n. ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ PMF വിത്ത് പാരാമീറ്റേഴ്സ് n and p. അല്ലേ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിലത്തെ n-ന്റെ സ്ഥാനത്ത് 10ഉം p-യുടെ സ്ഥാനത്ത് 1/4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഇറ്റ്സ് PMF? ഇറ്റ്സ് PMF f of x is equal to NCX, ഇവിടെ ഇപ്പം 10CX, then p raised to x, 1/4 raised to x, q raised to n minus x, q 3/4 ആയിരുന്നു, 3/4 raised to 10 minus x. x എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 up to 10. അപ്പോൾ ഇതാണ് PMF ഓഫ് ദി ഗിവൺ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലെ അടുത്ത പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ മോഡ് ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മോഡ് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇഫ് എക്സ് ഇസ് ദ മോഡ്, ഇഫ് എക്സ് ഇസ് ദ മോഡ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, then NP plus P minus 1 less than or equal to x less than or equal to NP plus P. അതായത് എക്സ് എന്ന് പറയുന്നതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മോഡെങ്കിൽ അതിന്റെ വാല്യൂ NP പ്ലസ് P മൈനസ് 1ന്റെയും NP പ്ലസ് Pയുടെയും ഇടയിലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് തന്നിട്ടുണ്ട് NP, ദാറ്റ് മീൻ എന്ന് പറയുന്നത് 5/2 എന്ന് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ P കണ്ടുപിടിച്ചു. P is equal to 1/4 എന്നും കിട്ടിയിട്ടുണ്ട്.
അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എൻ പി പ്ലസ് പി വരുന്നത്. എൻ പി പ്ലസ് പി ഇസ് ഈക്വൽ ടു 5/2 പ്ലസ് 1/4 ആണ് വരുന്നത് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം 20 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 8 ഓർ ദിസ് ഇസ് ഈക്വൽ ടു 22/8 എന്ന് പറയാം ഓർ ദിസ് ഇസ് 11/4. അപ്പൊ എൻ പി പ്ലസ് പി എന്ന് പറയുന്നത് 11/4 ആണ് കിട്ടുന്നത് ആൻഡ് 11/4 ഇസ് 2.75. ഇപ്പൊ എൻ പി പ്ലസ് പി 2.75 ആണെങ്കിൽ വാട്ട് ഈസ് എൻ പി പ്ലസ് പി മൈനസ് 1? ദാറ്റ് ഈസ് 2.75 മൈനസ് 1, അതായത് 1.75 ആണ് എൻ പി പ്ലസ് പി മൈനസ് 1. അപ്പോൾ നമ്മൾ മോഡിലേക്ക് പോവാം. അപ്പോൾ മോഡിന്റെ വാല്യൂ എൻ പി പ്ലസ് പി മൈനസ് 1ന്റെയും എൻ പി പ്ലസ് പിയുടെയും ഇടയിലാണ് എന്ന് പറഞ്ഞു. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 1.75, അതാണ് എൻ പി പ്ലസ് പി മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ പി പ്ലസ് പി വിച്ച് ഇസ് 2.75. അതായത് നമ്മൾ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മോഡാണ് കാണുന്നത്. അപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലുള്ള എക്സ് വാല്യൂസ് ഏതൊക്കെയാണ്? 0, 1, 2, 3 അപ് ടു n ഇങ്ങനത്തെ വാല്യൂസ് ആണ് ബൈനോമിയൽ റാൻഡം വേരിയബിൾ എടുക്കുന്നത്. അതായത് പോസിറ്റീവ് ഇൻഡിജർ വാല്യൂസ് ആണ് എടുക്കുന്നത് അല്ലെ. അപ്പൊ 1.75ന്റെയും 2.75ന്റെ ഇടയിലാണ് നമ്മളെ മോഡ് എന്ന് പറഞ്ഞാൽ 1.75ന്റെ ഇടയിലും 2.75ന്റെയും ഇടയിൽ കിടക്കുന്ന ഒരു പോസിറ്റീവ് ഇൻഡിജർ വാല്യൂ ഏതാണ്? ദാറ്റ് വിൽ ബി 2. അതായത് മോഡ് ഇസ് ഈക്വൽ ടു 2. ഹിയർ ഒരു സിംഗിൾ മോഡേ ഉള്ളൂ. ആ മോഡ് എന്താണ്? മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മോഡായിട്ട് നമുക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആർ 4 and 2 respectively, find the probability of exactly 2 successes, less than 2 successes, more than 2 successes, at least 2 successes. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും ആണ് തന്നിരിക്കുന്നത്. അപ്പൊ മീൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, മീൻ എൻ പി ഇസ് ഈക്വൽ ടു 4 എന്ന് തന്നിരിക്കുന്നു. വേരിയൻസ് എൻ പി ക്യു ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 2 എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ എന്തൊരു കാര്യം ഐഡന്റിഫൈ ചെയ്യണമെങ്കിലും അതിന്റെ 2 പാരാമീറ്റേഴ്സ് എന്നും പിയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ എൻ പി ക്യു ഡിവൈഡഡ് ബൈ എൻ പി ആണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/4 ഓർ വിച്ച് ഇസ് 1/2 അല്ലെ. അപ്പം എൻ പി ക്യു ഡിവൈഡഡ് ബൈ എൻ പി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യു ഇസ് ഈക്വൽ ടു 1/2 ആണ്. For a binomial distribution, we know that p plus q is equal to 1. അതായത് p will be equal to 1 minus q. That is 1 minus 1/2 ആണ്. അപ്പോൾ p is equal to 1/2. അപ്പോൾ p എന്ന് പറയുന്ന ഒരു പാരാമീറ്ററിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി അടുത്തതായിട്ട് നമുക്ക് എൻ പി is equal to 4 എന്ന് പറയുന്ന എക്സ്പ്രഷനിൽ pക്ക് നമുക്ക് 1/2 കൊടുത്തു നോക്കാം അല്ലേ. അപ്പൊ എൻ പി ഇസ് ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് മീൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് 4 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് എൻ ഇൻറ്റു പി ഇസ് 1/2. എൻ ഇൻറ്റു 1/2 ഇസ് ഈക്വൽ ടു 4 ഓർ എൻ ഇസ് ഈക്വൽ ടു 4 into 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 8. അപ്പൊ നമുക്ക് നമ്മളോട് തന്നിരിക്കുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ 2 പാരാമീറ്റേഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. എൻ ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി, പി ഇസ് ഈക്വൽ ടു 1/2 എന്നും കിട്ടി. Therefore, our binomial random variable x follows b 8, 1/2 എന്ന് നമുക്ക് പറയാം. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പി എം എഫ് നമുക്ക് എഴുതാം. പി എം എഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് ദ റാൻഡം വേരിയബിൾ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. ഇതിനെയാണ് നമ്മൾ പി എം എഫ് എന്ന് പറയുന്നത്. ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ദിസ് ഇസ് ഈക്വൽ ടു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പി എം എഫിന്റെ ഫോം നമുക്ക് അറിയാലോ. എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ് ബൈനോമിയലിന്റെ പി എം എഫ് എഫ് ഓഫ് എക്സ്. ഹിയർ ഇറ്റ് ഈസ് 8cx p റേസ് ടു എക്സ്, ഇറ്റ് ഈസ് ഹാഫ് റേസ് ടു എക്സ്, q റേസ് ടു n മൈനസ് എക്സ്, ദറ്റ് ഈസ് ഹാഫ് റേസ് ടു 8 മൈനസ് എക്സ് എന്ന് എഴുതാം. ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2, 3 അപ് ടു n ആണ്. ഇവിടെ n 8 ആണ്. അപ്പൊ ഈ കേസിൽ മാത്രം ഇവിടെ പിയും ക്യൂവും തുല്യമായതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. ഇവിടെ രണ്ടും ഹാഫ് റേസ് ടു എക്സ് ആണ്, ഇവിടെ ഹാഫ് റേസ് ടു 8 മൈനസ് എക്സ് ഈ കേസിൽ വന്നിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഹാഫ് റേസ് ടു രണ്ടിന്റെയും ബേസുകൾ തുല്യമാണ്. ഹാഫ് റേസ് ടു എക്സ് പ്ലസ് 8 മൈനസ് എക്സ് എന്ന് എഴുതാം. ഓർ ദാറ്റ് ഈസ്
8cx half raised to 8 എന്ന് ഇവിടെ സൗകര്യമായിട്ട് നമുക്ക് എഴുതാം. ഹിയർ x is equal to 0, 1, 2, 3 up to 8. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഗിവൺ ആയിട്ടുള്ള ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PMF. അപ്പോൾ ഈ PMF അറിയുമെങ്കിൽ നമുക്ക് അതിലത്തെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അതിൽ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 2 സക്സസസ്. എക്സാക്ട്ലി 2 സക്സസസ്. ഇവിടുന്ന് എവിടെ നിന്നാണ് സക്സസ്സുകൾ വരുന്നത്? ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബെർണോളി ട്രയലിനെ സക്സസും ഫെയിലിയറുമുള്ള ഒരു ഔട്ട്കംസ് ഉള്ള ഒരു റാൻഡം എക്സ്പെരിമെന്റ്, അതിനെ നമ്മൾ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ഉണ്ടാവുന്നത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അതായത് n ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ വരുന്ന നമ്പർ ഓഫ് സക്സസസ് ആണ് നമ്മൾ ബൈനോമിയൽ റാൻഡം വേരിയബിൾ. അതുകൊണ്ട് തന്നെയാണ് സക്സസുകളുടെ കണക്ക് ചോദിക്കുമ്പോൾ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അതുകൊണ്ട് തന്നെ ബൈനോമിയലിന്റെ PMF വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഇവിടെ എന്തായിരിക്കും? ബൈനോമിയൽ റാൻഡം വേരിയബിൾ ആണ്. സക്സസുകളുടെ എണ്ണം that follows a binomial distribution. അപ്പോൾ probability of exactly 2 successes means probability of our random variable x എന്ന് പറയുന്നത് number of successes ആണ്, that is equal to 2. ഈ പ്രോബബിലിറ്റി ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രോബബിലിറ്റി ഓഫ് x is equal to x എന്താണ് അല്ലേ? അപ്പോൾ അവിടെ x is equal to 2 കൊടുത്താൽ പോലെ. അപ്പോൾ this is 8c2 half raised to 8 ഇതാണ് വരുന്നത്, which is equal to 8c2 എന്ന് പറയുമ്പം നമുക്ക് 28 ആണ് കിട്ടുന്നത്. ആൻഡ് ഹാഫ് റേസ് ടു 8 എന്ന് പറയുമ്പം 256 എന്ന് വരുന്നു. അപ്പോൾ ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 2 സക്സസസ്. ഇനി അതിലത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് ലെസ് ദാൻ 2 സക്സസസ്. ലെസ് ദാൻ 2 സക്സസസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് നമ്പർ ഓഫ് സക്സസസ്, ദറ്റ് ഈസ് എക്സ് ലെസ് ദാൻ 2. എക്സിന്റെ വാല്യൂ 2വിനെക്കാട്ടും കുറവാവാനുള്ള പ്രോബബിലിറ്റി. അപ്പം നമ്മൾ എക്സ് എന്ന് പറയുന്ന ബൈനോമിയൽ റാൻഡം വേരിയബിൾ ആണ്. അവരെടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 up to 8 ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ 2വിനെക്കാട്ടും കുറയുക എന്ന് പറഞ്ഞാൽ എക്സ് 1 ആവാം, ഓർ എക്സ് ക്യാൻ ബി 0. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു, ഇത് എഫ് ഓഫ് 0 ആണ് ആക്ച്വലി അല്ലേ? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പറഞ്ഞാൽ എഫ് ഓഫ് 0 ആണ്, ഇത് എഫ് ഓഫ് 1 ആണ്. അപ്പം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, അതാണ് നമ്മളെ എഫ് ഓഫ് എക്സ്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 8cx ഹാഫ് റേസ് ടു 8 എന്നായിരുന്നു. അവിടെ എക്സ് എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 up to 8. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 8c0, എക്സിന്റെ സ്ഥാനത്ത് 0 എന്ന് കൊടുക്കുന്നു, ഹാഫ് റേസ് ടു 8 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 8c1 ഹാഫ് റേസ് ടു 8. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഈ ഹാഫ് റേസ് ടു 8 ഒരു കോമൺ ഫാക്ടർ ആണ് അല്ലേ? അപ്പോൾ അയാൾ നമുക്ക് പുറത്തേക്ക് വെക്കാം. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 8c0 പ്ലസ് 8c1 ഉണ്ട് ഇൻറ്റു 1/2 റേസ് ടു 8. 8c0 is 1 and 8c1 is 8 into 1/2 raised to 8 എന്ന് പറയാം നമുക്ക്. This is 9 divided by 2 raised to 8 which is 256. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ലെസ് ദാൻ 2 സക്സസസ് വരും. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് മോർ ദാൻ 2 സക്സസസ്. മോർ ദാൻ 2 സക്സസസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രോബബിലിറ്റി ദാറ്റ് നമ്പർ ഓഫ് സക്സസസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഒരു ബൈനോമിയൽ റാൻഡം വേരിയബിൾ ആണ്. അതെടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 up to n ആണ്. ഇവിടെ n 8 ആയതുകൊണ്ട് 8 വരെയുള്ള വാല്യൂസ് എടുക്കുന്നത്. അപ്പോൾ എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ എക്സ് ക്യാൻ ബി 3, 4, 5, 6 up to 8. അതായത് നമ്മൾ ഇങ്ങനെ എഴുതണം, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 അങ്ങനെ പോയിട്ട് പ്ലസ് എക്സെട്ര പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8 എന്ന് വരെ കുറേ ടേംസ് നമ്മളിവിടെ എഴുതേണ്ട ആവശ്യമുണ്ട് അല്ലേ? പക്ഷെ അതിന് പകരമായിട്ട് നമ്മൾ ഈ പ്രോബബിലിറ്റീനെ അതിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ ടേംസിൽ എഴുതാം. അതായത് ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എഴുതാം. അതായത് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എയിനെ നമുക്ക് 1 മൈനസ്
പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന രീതിയിൽ എഴുതാം. അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് കാണേണ്ട പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണ്. എക്സിന്റെ വാല്യൂ 2വിനെക്കാട്ടും ഗ്രേറ്റർ ആവുക. അതിന്റെ കോംപ്ലിമെന്റ് എന്താണ്? എക്സിന്റെ വാല്യൂ 2വോ അതിനെക്കാട്ടും കുറവോ ആവുക എന്നുള്ളതാണല്ലോ. അപ്പം ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതാം. ഇതിന്റെ ഉള്ളിൽ വരുന്ന എല്ലാ ടേമുകൾക്കും മൈനസ് ബാധകമാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എക്സിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാം? എക്സ് ക്യാൻ ബി 0. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓർ ഇപ്പോൾ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ടേം കൂടി ഇവിടെ ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് നമ്മൾ എഫ് ഓഫ് എക്സ്, അതായത് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ഈ കേസിൽ 8cx ഹാഫ് റേസ് ടു 8 എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പം അവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 8c0 ഹാഫ് റേസ് ടു 8. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 is 8c1 ഹാഫ് റേസ് ടു 8 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 8c2 ഹാഫ് റേസ് ടു 8. ഇങ്ങനെ നമുക്ക് ഈ ടേമുകൾ എഴുതാം. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഹാഫ് റേസ് ടു 8 എന്ന് പറയുന്നത് കോമൺ ഫാക്ടറാണ്. അതിനെ പുറത്തേക്ക് വയ്ക്കാം. അപ്പോൾ 1 മൈനസ് 1 ബൈ 2 റേസ് ടു 8 എന്ന് എഴുതാം അല്ലെ. 1 റേസ് ടു 8 ബൈ 2 റേസ് ടു 8 എന്നാണ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. ഇവിടെ 8c0 ആണ് വരുന്നത്. 8c0 is 1 പ്ലസ് ഇവിടെ 8c1 ബാക്കി വരുള്ളൂ. 8c1 is 8 പ്ലസ് ഇവിടെ 8c2 വരും. 8c2 is 28 എന്നാണ് വരുന്നത്. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 പ്ലസ് 8, 9 പ്ലസ് 28, അതായത് 37 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 8 ആണ്, വിച്ച് ഇസ് 256 എന്ന് വരുന്നു. ഓർ ദിസ് ഇസ് 256 മൈനസ് 37 ഡിവൈഡഡ് ബൈ 256 എന്ന് വരും. ആൻഡ് ദ ആൻസർ ഇസ് 219 ഡിവൈഡഡ് ബൈ 256. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് മോർ ദാൻ 2 സക്സസസ്. അതിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 2 സക്സസസ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 2 എന്ന് പറഞ്ഞാൽ 2ഓ 2നെക്കാട്ടോ കൂടുതൽ സക്സസസ് എന്നാണ് അർത്ഥം. അപ്പം പ്രോബബിലിറ്റി ദാറ്റ് 2 ഓർ മോർ സക്സസസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം 2 ഓർ മോർ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ്, അതായത് നമ്പർ ഓഫ് സക്സസസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 അങ്ങനെ എക്സെട്ര പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8 വരെയുള്ള ടേമുകളെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ കുറേ ടേംസ് വരും. ഇതിന് നമുക്ക് അതിൻ്റെ പകരം എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇതിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണ്? ലെസ് ദാൻ 2. ഇങ്ങനെ എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ലെസ് ദാൻ 2 സക്സസസ് എന്നുള്ള രീതിയിൽ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 9 ബൈ 256 എന്നാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 256 മൈനസ് 9 ബൈ 256, ദറ്റ് ഈസ് ഈക്വൽ ടു 247 ഡിവൈഡഡ് ബൈ 256. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 2 സക്സസസ്. അടുത്ത ക്വസ്റ്റ്യൻ, the MGF of a binomial random variable is given by 2 by 3 plus 1 by 3 e raised to t whole raised to 5. Obtain the mean, variance and PMF of the binomial distribution. അപ്പോൾ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ MGF ആണ് തന്നിരിക്കുന്നത്, MX of t ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ MGFൻ്റെ ഫോം Q പ്ലസ് P e raised to t whole raised to n. ഈ ഫോമിലാണ് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ MGF ഉണ്ടാവുന്നത്. ദറ്റ് ഈസ് ഗിവൺ ആസ് 2 by 3 പ്ലസ് 1 by 3 e raised to t whole raised to 5. ഈ രൂപത്തിലുള്ള MGF ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? n എന്നിവിടെ വന്ന സ്ഥലത്ത് ഇവിടെ 5 എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ n is equal to 5 എന്ന് നമുക്ക് കിട്ടി. പിന്നെ ഇവിടെ p വന്ന സ്ഥാനത്ത്, ഇവിടെ p എന്ന് വന്ന സ്ഥാനത്ത് ഇവിടെ 1 by 3 ആണ്, അതായത് p is equal to 1 by 3. പിന്നെ നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം q will be equal to 2 by 3. അപ്പം ഇത്ര കാര്യങ്ങൾ നമുക്ക് MGF എന്ന് മനസ്സിലാക്കാം. MGF നമുക്ക് n-ഉം p-യും q-ഉം എല്ലാം കിട്ടും. അപ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മീൻ എഴുതാം. അപ്പം മീൻ എന്താണ്? ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ
mean is equal to NP. That is equal to N 5 ആണ്, P 1/3 ആണ്. അപ്പോൾ mean is equal to 5/3 എന്ന് എഴുതും. ഇനി വേരിയൻസ് എഴുതാം. വേരിയൻസ് NPQ is equal to 5 into P is 1/3 into Q is 2/3. That is equal to 10 divided by 9. This is the variance. പിന്നെ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് PMF ആണ്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PMF f of x is equal to probability of x is equal to x. അതിൻ്റെ ജനറൽ ആയിട്ട് നമ്മൾ എഴുതുന്നത് NCX P raised to x Q raised to n minus x എന്നാണ്. ഇവിടെ അതെന്താണ്? n 5 ആണ്. അപ്പോൾ 5CX P raised to x, P is 1/3. അപ്പോൾ 1/3 raised to x, Q raised to 2/3 raised to n minus x. That is 5 minus x. x എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3, 4, 5. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ബൈനോമിയൽ റാൻഡം വേരിയബിളിൻ്റെ PMF ഉണ്ടാവുക.